ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഇൻഡോ ലേണിംഗ്. 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് യൂണിറ്റ് 3യിൽ പെടുന്ന ദ കളർഫുൾ ട്രഷർ എന്ന ലെസൺ 3 ഭാഗങ്ങളായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഫസ്റ്റ് പാർട്ടിന്റെയും തേർഡ് പാർട്ടിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഒരു ദിവസം ദരിദ്രരായ ആ കുട്ടികളുടെ ഗ്രാമത്തിലേക്ക് വെളുത്ത കൂർത്തയുടെ മുകളിൽ ചുവന്ന ദുപ്പട്ട അഥവാ ഷോൾ ധരിച്ച് ഒരു സ്ത്രീ വന്നു. ആ കുട്ടികൾ ആ സ്ത്രീയെ മുമ്പൊരിക്കലും അവിടെ കണ്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അവർ അവളെ അത്ഭുതത്തോടെ നോക്കി നിന്നിരുന്നു. ആ സ്ത്രീ അവരോട് പുഞ്ചിരിക്കുകയും പിന്നീട് ഒരു പ്ലാസ്റ്റിക് കാനിനു മുകളിൽ ഇരിക്കുകയും ചെയ്തു. അവർ ആരാണെന്നോ എന്തിനാണ് അവരുടെ ഗ്രാമത്തിൽ വന്നതെന്നോ കുട്ടികൾക്കറിയില്ലായിരുന്നു. എന്നാൽ ആ സ്ത്രീ താൻ കൊണ്ടുവന്ന ബാഗ് തുറന്ന് എന്തോ പുറത്തെടുത്തു. കൂട്ടുകാരെ, നമുക്കെല്ലാം ഒരുമിച്ച് അടുത്ത ഭാഗത്തിലേക്ക് പോയി അത് എന്താണെന്നും അവർ എന്തിനാണ് വന്നതെന്നും നോക്കാം. ഓക്കെ ഡിയേഴ്സ്, വി ടു ഹാവ് നെയിംസ്. വി ഞങ്ങൾ, ടു ഹാവ് നെയിംസ് ഞങ്ങൾക്കും പേരുകളുണ്ട്. നോക്കൂ, ദ ചിൽഡ്രൻ കുട്ടികൾ വേർ ക്യൂരിയസ്. ക്യൂരിയസ് എന്നാൽ ജിജ്ഞാസ. കുട്ടികൾക്ക് ജിജ്ഞാസയുണ്ടായി. ആൻഡ് ഇഞ്ചിഡ്. ഇഞ്ചിഡ് എന്നാൽ മെല്ലെ നീങ്ങി, ക്ലോസർ അടുത്തേക്ക്. അങ്ങനെ അവർ മെല്ലെ അവളുടെ അടുത്തേക്ക് നീങ്ങി. എന്തിനാണ് മെല്ലെ അടുത്തേക്ക് നീങ്ങിയത്? അപരിചിതയായ ഒരു സ്ത്രീയാണ്. അപ്പോൾ പെട്ടി തുറക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് ജിജ്ഞാസ ഉണ്ടായതുകൊണ്ട് അവർ അതറിയാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് മെല്ലെ നീങ്ങി. ദേ അവർ വേർ ഈഗർ. അവർക്ക് ഈഗർ ആകാംക്ഷ. അവർക്ക് ആകാംക്ഷ ഉണ്ടായി. ടു ഡിസ്കവർ കണ്ടെത്താൻ. ദ ട്രഷേഴ്സ് നിധികൾ. ഹിഡൻ ഒളിപ്പിച്ചിരിക്കുന്ന. ഇൻ ഹെർ ബാഗ് അവളുടെ ബാഗിൽ. അവളുടെ ബാഗിൽ ഒളിപ്പിച്ചിരിക്കുന്ന നിധി കണ്ടെത്താൻ അവർക്ക് ആകാംക്ഷയുണ്ടായി. ദ വുമൺ ആ സ്ത്രീ റിവീൽഡ്. റിവീൽഡ് എന്നാൽ യഥാർത്ഥ അർത്ഥം വെളിപ്പെടുത്തി എന്നാണ് അർത്ഥം. എന്നാൽ ഇവിടെ പുറത്തെടുത്തു എന്നാണ് അർത്ഥം. ദ വുമൺ റിവീൽഡ് ആ സ്ത്രീ പുറത്തെടുത്തു. എന്താ പുറത്തെടുത്തത്? എ കളക്ഷൻ. എ കളക്ഷൻ എന്നാൽ ഒരു കൂട്ടം ഓഫ് വൈബ്രന്റ് ആകർഷകമായ ബുക്സ്. അവൾ ഒരു കൂട്ടം ആകർഷകമായ പുസ്തകങ്ങൾ പുറത്തേക്കെടുത്തു. ഇൻക്ലൂഡിംഗ് അടങ്ങിയ. ആ പുസ്തകത്തിൽ അടങ്ങിയത് എന്തൊക്കെയാണ്? ഡീപ്പ് ബ്ലൂസ്. ഡീപ്പ് ബ്ലൂസ് എന്നാൽ കടും നീല നിറമുള്ള പുസ്തകങ്ങൾ. ബ്ലൂസ് എന്നാൽ ഇവിടെ അർത്ഥം നീല നിറങ്ങളുള്ള പുസ്തകങ്ങൾ, കടും നീല നിറങ്ങളുള്ള പുസ്തകങ്ങൾ. ബ്രൈറ്റ് യെലോസ് തിളങ്ങുന്ന മഞ്ഞ നിറങ്ങളുള്ള പുസ്തകങ്ങൾ. ആൻഡ് റിച്ച് റെഡ്സ് കടും ചുവപ്പു നിറങ്ങളിലുള്ള പുസ്തകങ്ങൾ. അതായത് കടും നീല നിറങ്ങൾ, തിളങ്ങുന്ന മഞ്ഞ നിറങ്ങൾ, കടും ചുവപ്പു നിറങ്ങൾ ഉൾപ്പെടെയുള്ള ആകർഷകമായ ഒരു കൂട്ടം പുസ്തകങ്ങൾ ആ സ്ത്രീ പുറത്തെടുത്തു. ഷീ അവൾ സ്മൈൽഡ് പുഞ്ചിരിച്ചു. അറ്റ് ദം അവരെ നോക്കി. അവൾ അവരെ നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് അവരെന്താ പറയുന്നത് നോക്കൂ. ടെൽ മീ എന്നോട് പറയൂ. യുവർ നിങ്ങളുടെ സ്വീറ്റ് മനോഹരമായ നെയിംസ് പേരുകൾ. നിങ്ങൾ നിങ്ങളുടെ മനോഹരമായ പേരുകൾ എന്നോട് പറയൂ. ദ ചിൽഡ്രൻ കുട്ടികൾ ലുക്ക്ഡ് അറ്റ് നോക്കി. ഈച്ച് അതർ പരസ്പരം. അത് കേട്ടപ്പോൾ കുട്ടികൾ പരസ്പരം നോക്കി. എന്തുകൊണ്ടാണ്? ടിൽ ദെൻ ഇതുവരെ നോബഡി ആരും തന്നെ ഹാഡ് ആസ്ക്ഡ്. നോബഡി ഹാഡ് ആസ്ക്ഡ് എന്നാൽ ആരും തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫോർ ദെയർ നെയിംസ് അവരുടെ പേരിന്. ഇതുവരെ ആരും അവരുടെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ നോക്കൂ,
പേര് പറയാൻ തുടങ്ങി. മുത്തു, നിന്നു, രാജു. എങ്ങനെയാ പേര് പറയാൻ തുടങ്ങിയത്? ഹെസിറ്റൻലി. ഹെസിറ്റൻലി എന്നാൽ മടിയോടുകൂടി. ദേ അവർ അട്ടേഡ്. അട്ടേഡ് എന്നാൽ ഇവിടെ പറഞ്ഞു എന്നർത്ഥം. ദേ അട്ടേഡ് അവർ പറഞ്ഞു. their names അവരുടെ പേരുകൾ. അവരുടെ പേരുകൾ അവർ മടിച്ചാണ് പറഞ്ഞത്, അല്ലെങ്കിൽ മടിയോടുകൂടിയാണ് പറഞ്ഞിരുന്നത്. അവർ അവരുടെ പേരുകൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് എന്താഗ്രഹമുണ്ടായിരിക്കാം? നമുക്ക് നോക്കാം. ദേ വാണ്ടഡ് അവർ ആഗ്രഹിച്ചു. ടു നോ അറിയാൻ. ഹെയർ നെയിം അവളുടെ പേര് അറിയാൻ അവർ ആഗ്രഹിച്ചു. എന്നാൽ അതിനുവേണ്ടി അവർ ചോദിച്ചോ? നോക്കൂ. ദേർ അവരുടെ ഐസ് കണ്ണുകൾ വേർ ആസ്കിങ് ചോദിച്ചിരുന്നു. ഫോർ ഇറ്റ് അതിനെ. അവരുടെ കണ്ണുകൾ അതിനു വേണ്ടി ചോദിച്ചിരുന്നു. അതായത് അവളുടെ പേരറിയാനുള്ള ആഗ്രഹം അവരുടെ കണ്ണുകളിലുണ്ടായിരുന്നു. അത് തിരിച്ചറിഞ്ഞിട്ട് അവൾ, ആ ലേഡി എന്താണ് പറഞ്ഞു നോക്കൂ. കോൾ മീ. കോൾ വിളിക്കൂ. മീ എന്നെ. കോൾ മീ ദീദി. എന്നെ ദീദി എന്ന് വിളിക്കൂ. ദീദി എന്നാൽ ചേച്ചി എന്നാണ് അർത്ഥമാക്കുന്നത്. ദ വുമൺ, ആ സ്ത്രീ, സെഡ് പറഞ്ഞു, പ്ലസന്റ്ലി സന്തോഷത്തോടെ. ആ സ്ത്രീ സന്തോഷത്തോടെ എന്നെ ദീദി എന്ന് വിളിച്ചോളൂ എന്ന് പറഞ്ഞു. ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നോക്കൂ. ഡു ദ ചിൽഡ്രൻ ലൈക്ക് ദീദീസ് പ്രസൻസ്. പ്രസൻസ് എന്നാൽ സാന്നിധ്യം. കുട്ടികൾ ദീദിയുടെ സാന്നിധ്യം ഇഷ്ടപ്പെട്ടോ? വൈ എന്തുകൊണ്ട്? നമ്മൾ ഗസ് ചെയ്ത് പറയാം. യെസ്, ദ ചിൽഡ്രൻ ലൈക്ക് ദീദീസ് പ്രസൻസ്. കുട്ടികൾ ദീദിയുടെ സാന്നിധ്യം ഇഷ്ടപ്പെട്ടു. നോക്കൂ. വേർഡ് ഓഫ് വണ്ടേഴ്സ്. വേർഡ് ലോകം. വണ്ടേഴ്സ് അത്ഭുതങ്ങൾ. വേർഡ് ഓഫ് വണ്ടേഴ്സ് അത്ഭുതങ്ങളുടെ ലോകം. എന്താണ് അത്ഭുതങ്ങളുടെ ലോകം എന്ന് നമുക്ക് നോക്കാം. ദീസ് ബുക്സ് ആർ ഫോർ യു. ദീസ് ബുക്സ്, ഈ പുസ്തകങ്ങൾ, അതായത് അവൾ ബാഗിൽ നിന്നും എടുത്ത പുസ്തകങ്ങൾ, ആർ ആണ്, ഫോർ യു നിങ്ങൾക്ക്, ഈ പുസ്തകങ്ങൾ നിങ്ങൾക്കാണ്. സെഡ് ദീദി. ദീദി പറഞ്ഞു. അപ്പോൾ ഫോർ അസ് എക്സ്ക്ലൈംഡ് നിന്നു. നിന്നു ആശ്ചര്യത്തോടെ ചോദിച്ചു. എന്താ ചോദിച്ചത്? ഫോർ അസ്, ഞങ്ങൾക്കോ, ഞങ്ങൾക്കാണോ ഈ പുസ്തകമെന്ന് നിന്നു ആശ്ചര്യത്തോടെ ചോദിച്ചു. കാരണം ഇന്നുവരെ അവർക്ക് ആരും പുസ്തകം നൽകിയിട്ടില്ല. ദ ചിൽഡ്രൻ, കുട്ടികൾ, ലുക്ഡ് അറ്റ് നോക്കി, വൺ അനദർ പരസ്പരം. കുട്ടികൾ പരസ്പരം നോക്കി. എന്തുകൊണ്ടായിരിക്കും പരസ്പരം നോക്കിയിട്ടുണ്ടായിരിക്കുക? അവർക്ക് പുതിയ പുസ്തകങ്ങൾ ലഭിക്കുക എന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ദേ അവർ ബിഗൺ. ബിഗൺ മീൻസ് സ്റ്റാർട്ടഡ്, തുടങ്ങി. ടു ടേൺ. ടേൺ എന്നാൽ മറിച്ചിടുക എന്നാണ് അർത്ഥം. ദ പേജസ്, പേജുകൾ. അവർ പേജുകൾ മറിച്ചിടാൻ തുടങ്ങി. ആഫ്റ്റർ ശേഷം, സം ടൈം കുറച്ചു നേരം. ആഫ്റ്റർ സം ടൈം കുറച്ചു നേരത്തിനു ശേഷം, ദീദി സെഡ് ദീദി പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞ് ദീദി പറഞ്ഞു. എന്താ പറഞ്ഞത്? ഓക്കെ ഡിയേഴ്സ്, ശരി പ്രിയപ്പെട്ടവരെ. ഇറ്റ് ഈസ് ടൈം, ടൈം ആയിരിക്കുന്നു. ഫോർ മീ, എനിക്ക്, ടു ലീവ് പോകാൻ, എനിക്ക് പോകാൻ സമയമായിരിക്കുന്നു. അപ്പോൾ കുട്ടികൾ എന്താണ് പറയുന്നത്? സീ യു ദീദി. ദീദി കാണാം. അപ്പോൾ ദീദി എന്താണ് പറയുന്നത്? സീ യു ടുമോറോ, നാളെ കാണാം. ദീദി സെഡ് ദീദി പറഞ്ഞു. ആൻഡ് എന്നിട്ട് വെയ്വ്ഡ്. വെയ്വ്ഡ് എന്നാൽ കൈവീശി, അതായത് ടാറ്റ പറഞ്ഞു. അറ്റ് ദം അവർക്ക്, അവർക്ക് ടാറ്റ പറഞ്ഞു. ദ ചിൽഡ്രൻ കുട്ടികൾ വെയ്വ്ഡ് ബാക്ക് തിരിച്ച് കൈവീശി, അതായത് തിരിച്ചും ടാറ്റ പറഞ്ഞു. ദേ അവർ ഡിഡ് നോട്ട് വിങ്ക്. വിങ്ക് എന്നാൽ കണ്ണടയ്ക്കുക, കണ്ണ് ചിമ്മുക എന്നാണ് അർത്ഥം. ദേ ഡിഡ് നോട്ട് വിങ്ക് ദേർ അവരുടെ ഐസ് കണ്ണുകൾ. അവർ അവരുടെ കണ്ണുകൾ ചിമ്മിയില്ല. ടിൽ വരെ.
ദ റെഡ് ദുപ്പട്ട, ചുവന്ന ദുപ്പട്ട, ഡിസപ്പിയർഡ്, അപ്രത്യക്ഷമാകുക. ചുവന്ന ദുപ്പട്ട അഥവാ ഷോൾ അപ്രത്യക്ഷമാകുന്നത് വരെ അവർ കണ്ണ് ചിമ്മിയില്ല. കാരണം എന്തായിരിക്കും? അവർക്ക് ദീദിയെ അത്രമാത്രം ഇഷ്ടമായിരിക്കുന്നു. ദ ചിൽഡ്രൻ, കുട്ടികൾ, ടുക്ക്, എടുത്തു, ദ ബുക്സ്, പുസ്തകങ്ങൾ. അവർ പോയതിനു ശേഷം കുട്ടികൾ പുസ്തകങ്ങൾ എടുത്തു. ഈച്ച് ബുക്ക്, ഓരോ പുസ്തകവും, വാസ് ഫിൽഡ്, നിറഞ്ഞിരുന്നു, വിത്ത്, കൊണ്ട്, വണ്ടർഫുൾ സ്റ്റോറീസ്, വണ്ടർഫുൾ, അത്ഭുതകരമായ കഥകൾ കൊണ്ടും, ആൻഡ് ബ്യൂട്ടിഫുൾ, മനോഹരമായ, ഇല്ലുസ്ട്രേഷൻസ്, ഇല്ലുസ്ട്രേഷൻസ് പിക്ചേഴ്സ് എന്നർത്ഥം, ചിത്രങ്ങൾ കൊണ്ടും. ഓരോ പുസ്തകത്തിലും അത്ഭുതകരമായ കഥകളും മനോഹരമായ ചിത്രങ്ങളും ഉണ്ടായിരുന്നു. ദേ, അവർ, വേർ നോട്ട് ഏബിൾ, ഏബിൾ, കഴിവുള്ള എന്നർത്ഥം. വേർ നോട്ട് ഏബിൾ, അവർക്ക് കഴിവുണ്ടായിരുന്നില്ല. ടു റീഡ്, വായിക്കാൻ, ദ സ്റ്റോറീസ്, കഥകൾ. അവർക്ക് കഥകൾ വായിക്കാൻ അറിയില്ലായിരുന്നു, കഴിവില്ലായിരുന്നു. എന്തുകൊണ്ടാണ്? അവർക്ക് അക്ഷരങ്ങൾ അറിയില്ല, അവർക്ക് വാക്കുകൾ അറിയില്ല. അക്ഷരങ്ങളും വാക്കുകളും അറിയാത്ത കുട്ടികൾക്ക് കഥ വായിക്കാൻ കഴിയില്ലല്ലോ. ബട്ട്, എന്നാൽ, ദേ, അവർ, കുട്ടികൾ, ഇമേജിൻഡ്, സങ്കൽപ്പിച്ചു, സം സ്റ്റോറീസ്, ചില കഥകൾ. എങ്ങനെയാണ് സങ്കല്പിച്ചത്? ബൈ ലുക്കിംഗ്, നോക്കിക്കൊണ്ട്, അറ്റ് ദി പിക്ചേഴ്സ്, ചിത്രങ്ങൾ നോക്കിക്കൊണ്ട് അവർ ചില കഥകൾ സങ്കല്പിച്ചു. കൂട്ടുകാർക്ക് കാണാം അവർ പുസ്തകങ്ങൾ ആവേശത്തോടെ, സന്തോഷത്തോടെ നോക്കുന്നത്. നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വൈ ഡിഡ് ദി ചിൽഡ്രൻ കീപ്പ് വാച്ചിങ് അണ്ടിൽ ദീദീസ് റെഡ് ദുപ്പട്ട ഡിസപ്പിയർഡ്? എന്തുകൊണ്ടാണ് കുട്ടികൾ ദീദിയുടെ ചുവന്ന ദുപ്പട്ട അപ്രത്യക്ഷമാകുന്നത് വരെ, കാണാതാകുന്നത് വരെ നോക്കിയിരുന്നത്? എന്തായിരിക്കും കൂട്ടുകാരെ? യെസ്, ദ ചിൽഡ്രൻ ലൈക്ക്ഡ് ദീദി വെരി മച്ച് ആൻഡ് ഫെൽറ്റ് വെരി ഹാപ്പി വിത്ത് ദി ബുക്സ് ഷീ ഗേവ് ദം. കുട്ടികൾക്ക് ദീദിയെ വളരെയേറെ ഇഷ്ടപ്പെട്ടു. അവർ നൽകിയ പുസ്തകവും അവർക്ക് വളരെയേറെ സന്തോഷമുണ്ടാക്കി. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. ഓക്കെ ഡിയേഴ്സ്.